സുധീസ് ഹെവനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. അതിലേക്കുള്ള മസാല തയ്യാറാക്കാനുള്ള എല്ലാം കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു 2 സബോള, ഒരു 2 ക്യാരറ്റ്, 2 പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ തക്കാളി, ഇഞ്ചി, മല്ലിയില, കുറച്ച് കുരുമുളക് പൊടി, ഉണക്കമുളക്, പിന്നെ ഉഴുന്നും കടലപ്പരിപ്പും കൂടിയിട്ടുള്ളത്, 1 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, 2 വലിയ ഉരുളക്കിഴങ്ങ്, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചുടച്ച് വെച്ചതാണ്. അതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ ഒരു പാൻ വെച്ച് കൊടുക്കുക. പാനൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നു. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഉഴുന്നും കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, സബോള ഇട്ട് കൊടുക്കാം. സബോള ഒന്ന് ആദ്യം ക്യാരറ്റ് ചെറുതായി കുറുക്കിയത് 2 ഇട്ട് കൊടുക്കാം. ഒന്ന് പാകമായി വരട്ടെ. ഉരുളക്കിഴങ്ങ് നമ്മൾ കുറച്ച് ഉപ്പിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി സബോളയ്ക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് കയറിയിട്ട് ഞാൻ നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. വഴന്ന് വരട്ടെ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. അതിന് ഞാൻ ഉരുളക്കിഴങ്ങ് ഒഴിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അടച്ചത് കഴിച്ചിട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ദോശയ്ക്കുള്ള മസാല തയ്യാറായി. നമുക്ക് ദോശ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഇനി ദോശ തയ്യാറാക്കാം. ഞാനൊരു അടുപ്പ് വെച്ചിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശ മാവിലേക്കുള്ള കൂട്ടം എന്തൊക്കെയെന്ന് ഞാൻ പറയാം. 1.5 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന്, 1 ടീസ്പൂണ് ഉലുവ, പിന്നെ 1 ഗ്ലാസ് ചോറ്. അതും കൂടി ഞാൻ തലേ ദിവസം അരച്ച് വെച്ചതാണ്. ദോശയ്ക്കുള്ള മാവ് നമുക്ക് ദോശ ഉണ്ടാക്കാൻ നോക്കാം. ദോശ ഉണ്ടാക്കാം.
ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലും നെയ്യും കൂടി കലക്കി വെച്ചതാണ്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഓയിലും നെയ്യും കൂടി ചേർത്താണ് ഞാൻ ഒഴിച്ചത്. നിങ്ങൾക്ക് ഓയിൽ ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ നെയ്യ് ആയാലും മതി. ഈ ദോശ ഒന്ന് മരിഞ്ഞ് വരട്ടെ. ദോശ ഒന്ന് മരിഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് മടക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ മസാല ദോശ റെഡിയായി. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. നിങ്ങളെല്ലാവരും വീട്ടിലിത് തയ്യാറാക്കി നോക്കുക. ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.